എനിക്ക് തോന്നുന്നു എന്നെ ഒരു നർമ്മത്തിൻ്റെ കലാകാരനാക്കിയതും പരിഹാസ കലയുടെ ഒരു പ്രയോക്തമാക്കിയതൊക്കെ ഈ നാട്ടിലെ ആളുകളുടെ സംസർഗവും അവരുടെ സംസാര ഭാഷയും അവരുമായിട്ടുള്ള ഇടപഴകലുമാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്ക് ആനയിനി. ഞാൻ അമ്പലത്തിലെ കഴകക്കാരൻ്റെ മകനായിരുന്നു. എൻ്റെ അച്ഛന് നല്ല ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ ഏൽപ്പിക്കുകയായിരുന്നു അമ്പലത്തിലെ കഴക പ്രവൃത്തി. ചില ദിവസം ഞാനാണ് വന്ന് നട തുറക്കുക, വൈകുന്നേരമൊക്കെ ഒരു തോർത്ത് കൊടുത്ത് കൊച്ചുകുട്ടിയാണ്. ഞാനാണ് അവിടെ മുഖമണ്ഡപം എന്ന് പറയുക, അവിടെ 6 വിളക്ക് ഞാനാണ് വെക്കുക. സിനിമയിൽ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ നിന്ന് ചില നടന്മാരെ കണ്ടെത്തുക എന്ന് പറയും സ്വാഭാവികമായും. ഞാൻ കണ്ട ആദ്യത്തെ കൺമുമ്പിൽ കണ്ട നടൻ ഇവിടുത്തെ വെളിച്ചപ്പാടാണ്. ഇതാണ് വട്ടപ്പിന്നി ക്ഷേത്രം. ഈ ക്ഷേത്രവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വാര്യം ഇതിൻ്റെ പിന്നിലാണ്, ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത്. ഇതിൽ തന്നെയാണോ വഴി? ഇങ്ങനെയുണ്ട്. പണ്ട് ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കഴകവൃത്തിക്കാരാണ് നമ്മൾ. മാല കെട്ടുക, അടിച്ച് തെളിക്കുക, വിളക്ക് പിടിക്കുക, ഇതാണല്ലോ വാര്യന്മാരുടെ പരിപാടി. അച്ഛൻ്റെ അമ്മ ആയിരുന്നു ആദ്യം. അച്ഛന് 4 സിസ്റ്റേഴ്സായിരുന്നു. അവരൊക്കെ വിവാഹം കഴിച്ച് ഓരോ സ്ഥലത്ത് പോയി. പിന്നെ അച്ഛനാണ് അതിൽ ഒരു വിദ്യാഭ്യാസം കൂടിയാണ്. അദ്ദേഹം ജില്ലാ സാധാരണ ജോലിയായിട്ട് പോയപ്പോൾ പിന്നെ സിസ്റ്റേഴ്സാണ് കഴക പ്രവർത്തിക്ക് ചെയ്തിരുന്നത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഉത്സവമാണ് അച്ഛൻ്റെ ഒരു ഹരം മരിക്കുന്നവരെ. ഇപ്പോൾ ജയരാജ് വാര്യർ എന്ന് പറഞ്ഞപ്പോൾ മലയാളികൾക്ക് നർമ്മത്തിൻ്റെ ഒരു അടയാളമാണ്. ഏത് തരത്തിലാണെങ്കിലും അരങ്ങിലായാലും സ്റ്റേജിലായാലും ഒക്കെ നർമ്മമാണ്. കാരിക്കേച്ചറായിട്ടും പല രീതിയിലുണ്ട്. സിനിമയായാലും അടിസ്ഥാനപരമായിട്ട് താങ്കളൊരു നടനാണ്. അതിന് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ നടൻ എന്നുള്ളത് മനസ്സിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? അതെങ്ങനെയൊക്കെയാണ് ഓരോ അവസരത്തിലും പുറത്തേക്ക് വരുന്നത്? അത് ചെറുപ്പം മുതൽ നമ്മൾ ഈ സിനിമകൾ കണ്ടിട്ട് ഈ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം സിനിമ കഴിഞ്ഞ് വന്നാൽ ഞാൻ അതിലത്തെ ഡയലോഗ് മനപ്പാടാവും. മെമ്മറി ഭയങ്കര ശക്തമായ മെമ്മറി ആയിരുന്നു. പാട്ടുകൾ ബൈഹാർട്ട് ആവും. ഇപ്പോൾ നസീർ സാറ് പാടി അഭിനയിക്കുന്നത്, സത്യം മാഷ്ടെ അംഗചലനങ്ങൾ ആദ്യകാലത്ത്, പിന്നെ സോമൻ, സുകുമാരൻ, ജയൻ, ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ആക്ടിങ് ടാലൻറ്റ് ബേസിക്കലി ഇംബൈബ് ചെയ്യുക, വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ കാണിക്കും. ദേഷ്യപ്പെടും അച്ഛനൊക്കെ, ഒന്നും ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അമ്പലപ്പറമ്പിൽ വന്നിരുന്ന് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കണ്ണാടി ആണ് എൻ്റെ, കണ്ണാടിയിലെ പ്രതിബിംബത്തെയാണ് ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ടാലൻറ്റ് കണ്ടിട്ട് അത്യാവശ്യം പാട്ട് പാടും. എനിക്ക് എല്ലാ പാട്ടുകളുടെയും ഗാനരചന, സംഗീതം, പാടിയത് ഒക്കെ എനിക്കറിയാം. ഇറങ്ങിയ വർഷം എങ്ങനെയാണെന്നറിയില്ല, സ്വാഭാവികമായ ഒരു സിദ്ധിയായിരിക്കും. അങ്ങനെ ഞാൻ ഈ സംഗീത രംഗത്തേക്ക് പോവുകയോ അഭിനയ രംഗത്ത് പോവുകയോ ചെയ്തുകൊണ്ട് നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ക്ഷേത്രകല പഠിപ്പിച്ചതാണ് അച്ഛനോട്ടെന്നുള്ളത്. അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഞാനതിൻ്റെ അടിസ്ഥാനം പഠിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഞാൻ നന്നാവാൻ വേണ്ടി ചെയ്തത് അച്ഛൻ ഉദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റായി മാറി. ഞാൻ കൂടുതലൊരു കലയിലേക്ക് തിരിഞ്ഞു. പക്ഷെ കുറച്ച് നാളൊരു ഫാർമസി. അത് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഈ ബിൽഡിങ്ങിൽ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു 81, 82 ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെ ഇരുന്ന് ഇവരെന്നെ ഡിസ്പെൻസ് ചെയ്യാൻ പഠിപ്പിച്ചു. പ്രിസ്ക്രിപ്ഷൻ തരും, മരുന്നെടുത്ത് കൊടുക്കുക. അങ്ങനെ എനിക്കതിൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ മാത്രമല്ല എന്താ പറയുക, കെമിസ്ട്രി എനിക്ക് വലിയ ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. അങ്ങനെ ഇതിലുള്ള ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഡോക്ടർ രാമകൃഷ്ണനും ഡോക്ടർ രാമേന്ദ്രനും അച്ഛനോട് പറയുന്നത് ഇവനെ ഫാർമസിക്ക് വിടാം. പക്ഷേ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ പോയി പഠിച്ചു കേട്ടോ. ഞാൻ അതിനു മുമ്പ് ജോസ് ചിറമ്മലിൻ്റെ റൂട്ടിലൊക്കെ വളരെ കാര്യമായിട്ട് നാടകം കളിച്ചിരുന്ന ആളാണ്. നാടക പ്രവർത്തനത്തോടൊപ്പം നടന്ന ആളാണ്. പക്ഷേ ഞാൻ കൊല്ലത്ത് 84, 86 കാലത്ത് ഞാൻ അവിടെ പോയി ഫാർമസി പഠിച്ചു. വളരെ മികച്ച രീതിയിൽ പഠിച്ചു പാസ്സായി വന്നു. എന്നിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ നാടകം വേണ്ട, ഒന്നും വേണ്ട, ഇനി ജോലി ചെയ്ത് ജീവിക്കുക, അച്ഛൻ പറഞ്ഞ വഴിയിലൂടെ പോകാമെന്ന് വിളിച്ചപ്പോൾ വീണ്ടും ജോസ് ചിറമ്മൽ വരുന്നു. 87 ഞാൻ അത്താണിയിലൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഒരു ഗംഭീര നാടകം ചെയ്യുന്നത് ഞാൻ മുദ്രാരാക്ഷസം, നിനക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നീ പഠിച്ച തുള്ളലും കലാശവും നിൻ്റെ എല്ലാ താള കലകളും അഭിനയമോഹവും ഒക്കെ ഇതിൽ സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ ജോസേട്ടൻ്റെ കൂടെ പോയി ഫാർമസി ഇത് ചെയ്തിട്ട് ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ മരുന്ന് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മരുന്ന് കുറിക്കാനൊക്കെ പറ്റുമോ? അത് ഞാൻ അപ്ഡേറ്റഡാ. ഞാനിപ്പോഴും ഫാർമസിയുടെ പുതിയ മരുന്നുകൾ, കോമ്പൗണ്ടുകൾ കണ്ടെത്തുന്നതിനെ കുറിച്ചും
ഒക്കെ ഞാൻ എൻ്റെ വായിക്കാറുണ്ട്. ഫാർമസി സുഹൃത്തുക്കൾ അതിൻ്റെ ജേണൽസ് ഒക്കെ വായിക്കാറുണ്ട്. എനിക്കിഷ്ടമാണത്. ഫാർമസി പക്ഷെ ആ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താ അറിയൂ, അവിടെ കാലത്ത് ഒരു 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണി വരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ മാത്രമല്ല കേട്ടോ, എനിക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതൊക്കെ കൂടുതൽ പ്രതിഫലം എനിക്ക് കലാരംഗത്ത് നിന്ന് കിട്ടി തുടങ്ങി. ഇതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ വരുമാനം, എൻ്റെ വരുമാനം. പിന്നെ മാത്രമല്ല രാത്രി 3 മണി വരെ ഉറക്കൊഴിച്ചിട്ട് വന്നിരുന്ന് പിന്നെ കാലത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഫാർമസിയോട് ഇപ്പോഴും ബഹുമാനവും ഉണ്ട്. സിനിമയിൽ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ നിന്ന് ചില നടന്മാരെ കണ്ടെത്തുക എന്ന് പറയും. സ്വാഭാവികമായും ഞാൻ കണ്ട ആദ്യത്തെ ഒരു കൺമുമ്പിൽ കണ്ട നടൻ ഇവിടുത്തെ വെളിച്ചപ്പാടാണ്. കാരണം ഒരു സാധാരണ മനുഷ്യനായിട്ട് അമ്പലത്തിലേക്ക് വരുന്ന കാണാം, അത് കഴിഞ്ഞ് കലി കയറി കഴിഞ്ഞാൽ വേറൊരാളാകുന്നു. കണ്ണൊക്കെ നല്ല പോലെ അങ്ങനെ തുടുത്ത് ചുമന്ന്, പിന്നെ മാത്രമല്ല സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ആളല്ല വെളിച്ചപ്പാടാകുമ്പോൾ. ശബ്ദത്തിന് മാറ്റം, വേരിയേഷൻ ഡയലോഗിൻ്റെ. അപ്പോൾ ഈ വെളിച്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയാൻ കാരണം, ഈ വെളിച്ചപ്പാട് എൻ്റെ അച്ഛൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. അന്നത്തെ വെളിച്ചപ്പാട് വട്ടേക്കാട്ട് പരമേശ്വരൻ നായരെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അച്ഛൻ്റെ മുമ്പിലൊക്കെ വളരെ വിനീത വിധേയനായിട്ട് സംസാരിക്കുക. പക്ഷേ വെളിച്ചപ്പാടായി അദ്ദേഹം വെളിച്ചപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ വിനീതനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു താളബോധവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരകായ പ്രവേശമൊക്കെ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ കളമ്പാട്ട്. 41 ദിവസം ഈ വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രത്തിലെ കളമ്പാട്ടിന് ഈ കുറുപ്പ്, കല്ലാറ്റ് കുറുപ്പ്, വിവിധ വർണ്ണങ്ങളിലുള്ള പൊടികളെ കൊണ്ട് ഉണ്ടാക്കുന്ന ദേവീ രൂപങ്ങൾ, ഭദ്രകാളി രൂപങ്ങൾ, ദുർഗാരൂപങ്ങൾ, അതൊക്കെ വലിയൊരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള, പിന്നെ അവരുടെ പാട്ട്, അതോടൊപ്പം ഈ 41 ദിവസം നടക്കുന്ന ഈ കളമ്പാട്ടിൻ്റെ സമയത്ത് ചെണ്ട കൊട്ടും. അപ്പോൾ അന്ന് മാധവക്കുറുപ്പ് എന്നൊരാളുണ്ടായിരുന്നു, കല്ലാറ്റ് മാധവക്കുറുപ്പ്. പിന്നീട് അദ്ദേഹം തിരുവമ്പാടിയിൽ വെളിച്ചപ്പാടായി. അപ്പോൾ ഒരു ദിവസം ഇലത്താളം കൊട്ടാൻ ആൾ വരാതായപ്പോൾ എനിക്കെടുത്ത് തന്നു. ഞാൻ ഈ വേണുവാശാൻ്റെ കൂടെ ഓട്ടംതുള്ളലിന് ചെറിയ താളം, കുഴിത്താളം, ജിഞ്ചി അത് കൊട്ടി പരിചയമുള്ളതുകൊണ്ട് എന്നെ ഇലത്താളം അങ്ങോട്ട് ഏൽപ്പിച്ചു. പിന്നെ വർഷങ്ങളോളം ഞാനാണ് ഈ ക്ഷേത്രത്തിലെ ഇലത്താളക്കാരനായത്. അതും എൻ്റെ ഒരു താളബോധത്തെ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണും ഈ പരിസരവും ഈ ക്ഷേത്രാന്തരീക്ഷവും ഒക്കെ തന്നെയാണ് എന്നിലൊരു കലാകാരനിൽ കലയുടെ ആദ്യകാലത്തെ വിത്ത് വിതച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കലാകാരൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ കളിയുടെ, എനിക്കിതൊക്കെ കളിയായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ കളിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എൻ്റെ യാത്രയുടെ ആരംഭം ഈ തറയിൽ നിന്നാണ്. ഈ നിൽക്കാനൊരു തറ എന്നൊക്കെ NN പിള്ള സാറ് പറഞ്ഞ പോലെ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു താളബോധവും സംഗീതവാസനയും ഒക്കെ കണ്ടിട്ട് എന്നെ അച്ഛൻ വേണുവാശാൻ എന്ന് പറയുന്ന ഒരു നാടൻ തുള്ളൽക്കാരനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നെ അദ്ദേഹം തുള്ളൽ കഥ പഠിപ്പിച്ചു. കല്യാണ സൗഗന്ധികം എന്ന പേരിലുള്ള കഥ പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വിഘ്നേശ്വര സ്തുതി, അതിനകത്ത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിലേക്കുള്ള ആദ്യത്തെ ഒരു പ്രവേശം അവിടെയായിരുന്നു. ഇവിടെ വിഷുവിനാണ് വിഷുവേല എന്ന് പറയുന്ന വലിയ ഒരു വേല നടക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളുടെ അനുഷ്ഠാന കലകൾ പലതും അരങ്ങേറുന്നത് ഈ തറയിലാണ്. അപ്പോൾ അത് അനുഷ്ഠാനത്തറയാണ്. ഈ തറയിലാണ് എന്നെ വേണുവാശാൻ്റെ തുള്ളൽ പഠിപ്പിച്ചതിന് ശേഷം ഇവിടെ അരങ്ങേറിയത്. അരങ്ങേറ്റത്തറയാണ് എനിക്കിത്. എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തറയ്ക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഏകദേശം അച്ഛൻ പറയുമ്പോൾ 10-200 വർഷത്തെ പഴക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം എത്രയും 300-ലധികം വർഷം പഴക്കമുണ്ടാവും. ഇവിടെ ഈ തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഭീമനായതും ഹനുമാനായതും ദ്രൗപദിയായതും ധർമ്മപുത്രരായതും ശ്രീകൃഷ്ണനായതും കാറ്റായതും മരമായതും മഞ്ഞായതും സൗഗന്ധിക വനമായതും പുഷ്പം തേടിപ്പോകുന്ന ഭീമൻ്റെ പരാക്രമങ്ങൾ കാണിച്ചതും ഒക്കെ ഇവിടെ നിന്നുകൊണ്ടാണ്. അപ്പോൾ എന്നെ ആദ്യമായി ഒരു കല അഭ്യസിപ്പിച്ച വേണുവാശൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാനൊരു നിമിഷം അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞ ഒരു പരിഹാസ കഥയാണല്ലോ. യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്, നമ്മുടെ പുരാണങ്ങളിലെ കഥകളെ എടുത്തുകൊണ്ട് സമകാലീന വിഷയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പരിഹാസം. എൻ്റെ നാട്ടിലെ മനുഷ്യരുടെ ഉള്ളിലും ഈ പരിഹാസത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ ഒരു നർമ്മത്തിൻ്റെ കലാകാരനാക്കിയതും പരിഹാസ കലയുടെ ഒരു പ്രയോക്താവാക്കിയതൊക്കെ ഈ നാട്ടിലെ ആളുകളുടെ സംസർഗവും അവരുടെ സംസാര ഭാഷയും അവരുമായിട്ടുള്ള ഇടപഴകലുമാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. ഇത് വളരെ വിസ്തൃതമായ ഒരു പറമ്പാണ്. വട്ടപ്പിന്നി ക്ഷേത്രപ്പറമ്പ് എന്നാണ് പറയാം.
ഇവിടെ എത്ര രാത്രി ഞാൻ ഈ ആൽത്തറയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഈ ആല് ഇതിനേക്കാൾ ചെറുപ്പമുണ്ടായിരുന്ന യൗവനം ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഈ ആലിൻ്റെ രാത്രി ഈ ആലിലകൾ ഇങ്ങനെ നാമം ജപിക്കുന്നതും ഏറ്റവും കൂടുതൽ മിന്നാമിന്നികളെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയാണ്. അതിനുശേഷം കണ്ടിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ രാത്രിയാവുമ്പോൾ ഈ ആലിലും ഈ കാഞ്ഞിരത്തിലും പേരാലിലും ഒക്കെ ഇങ്ങനെ മിന്നാമിന്നികൾ വന്നിങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. അതെൻ്റെ ഒരു വലിയ ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നൊക്കെ നഗരത്തിലെ ഹോട്ടലുകളിലേക്ക് പാല് കൊണ്ടുപോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ഗ്രാമീണരായിട്ടുള്ള പനമുക്കിലെ പ്രിയപ്പെട്ട ആളുകൾ, പിന്നെ നിത്യക്കൂലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ നഗരത്തിൽ ഒക്കെ പോയി ജോലി കഴിഞ്ഞ് വരുന്ന മനുഷ്യർ, പാദരക്ഷ ഉപയോഗിക്കാത്തവരായിരുന്നു അന്ന് എല്ലാവരും. അന്നൊക്കെ ഒരു ചെരുപ്പ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ധനാഢ്യർക്ക് മാത്രം കഴിയുന്ന കാര്യമായിരുന്നു. പിന്നെ മാത്രമല്ല ധാരാളം പുകവലിക്കാരായിട്ടുള്ള ആൾക്കാർ വൈകുന്നേരം 4 എണ്ണം അടിച്ച് ഭഗവതിയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ മുത്തിയേ, എൻ്റെ കാളിയേ, എൻ്റെ തള്ളേ എന്ന് വിളിക്കുന്ന മനുഷ്യർ, ഭഗവതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ്. അവരുടെ എല്ലാ പരിദേവനങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുന്ന ഒരിടം. അവരെയൊക്കെയാണ് ഞാൻ കണ്ടത്. നിറയെ കൽവിളക്കുകളായിരുന്നു. ഇതൊക്കെ പിന്നീട് വന്നതാണ്. ഞാൻ അമ്പലത്തിലെ കഴകക്കാരൻ്റെ മകനായിരുന്നു. എൻ്റെ അച്ഛന് നല്ല ജോലി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ ഏൽപ്പിക്കുകയായിരുന്നു അമ്പലത്തിലെ കഴക പ്രവൃത്തി. പക്ഷേ എങ്കിലും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പൂട്ടും താക്കോലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ അത്ഭുതപ്പെടും. ഒരു സാക്ഷി അങ്ങനെ ഇട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ചില ദിവസം ഞാനാണ് വന്ന് നട തുറക്കുക. വൈകുന്നേരമൊക്കെ ഒരു തോർത്തും കൊടുത്ത് കൊച്ചുകുട്ടിയാണ്. ഞാനാണ് അവിടെ മുഖമണ്ഡപം എന്ന് പറയുക. അവിടെ 6 വിളക്ക് ഞാനാണ് വെക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു വളർച്ചയുടെ ഒരു പടവും. ഇവിടേക്ക് എൻ്റെ കൂട്ടുകാരെ ഓരോരുത്തർ വന്നു ചേരും. അപ്പോൾ അവരാണ് എൻ്റെ പ്രേക്ഷകർ. അപ്പോൾ അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുക, പൊട്ടിച്ചിരിക്കുക. അതിൽ ചലച്ചിത്ര നടന്മാർ വരും, സാംസ്കാരിക നായകന്മാർ വരും, അതുപോലെ തന്നെ നാട്ടുമ്പുറത്ത് ആൾക്കാർ വരും, മുറുക്കണ ആൾക്കാർ വരും. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുടെ പലതരത്തിലുള്ള ഗസ്റ്റേഴ്സ്. ശരീരഭാഷയാണ് ഞാൻ നിരീക്ഷിക്കുക. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറാകാൻ താല്പര്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഉള്ളിലൊരു ആക്ടിങ് ടാലൻറ്റഡ് ആളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിരീക്ഷിക്കുക ബോഡി ലാംഗ്വേജ് ആണ്. ഇവിടെ പലതരത്തിൽ നടന്നു പോകുന്ന ആൾക്കാർ, വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെയൊക്കെ പരീക്ഷണം നടത്തുന്നത് ഇവിടെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഞാൻ എൻ്റെ കൗമാരത്തിലേക്ക് പോവാണ്. ഒരു കാലമാണത്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഇദ്ദേഹം ഇവിടെ നെടുപുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിൻ്റെ അത്ര സൗഹൃദമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന് ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും വീട്ടുപേര്, നാട്ടുപേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അല്ലേ? ബാങ്ക് അക്കൗണ്ട് നമ്പർ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ. അതെ. പിന്നെ മാത്രമല്ല ഏത് കാലത്തും ഞാനുമായിട്ട് വളരെ വലിയ സൗഹൃദം പങ്കുവയ്ക്കുന്ന ആളാണ്. നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ സൈക്കിളും ഒന്ന് നിങ്ങളിവിടെ നിൽക്കും. അതുകൊണ്ട് പോസ്റ്റ്മാൻ വരാറില്ലേ? ഗോപിയാ? പിന്നെ ഒരു ഗോപി ഉണ്ടായിരുന്നു. അതിന് മുന്നേ ആയിരുന്നു ഗോപി. നമ്മുടെ ജോഷിയേട്ടനും അതുപോലെ നമ്മുടെ സുകുമാരൻ, മോഹനൻ, പിന്നെ നമ്മുടെ വേണു, ടി എം വേണു ഇവിടെയാണ് ഇരിപ്പ്. അപ്പോഴാണ് നിങ്ങൾ ജോലി കഴിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജോലി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ജോലിയൊന്നുമില്ല. അന്ന് മോട്ടോർ ബൈക്ക് വലിയൊരു അലങ്കാരമായിരുന്നു. അതെ. വരണം. ഇവരൊക്കെ നമ്മുടെ വളരെ അടുത്ത കൂട്ടുകാരാണ്. ഇത് അച്യുതൻ കവിയാണ്. പിന്നെ മറ്റേത് സജീവൻ മാസ്റ്റർ എന്ന് പറയും. അദ്ദേഹം കോളേജിൽ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. പ്രസിഡൻ്റാണ് കോപ്പറേറ്റീവ് കോളേജിൻ്റെ, അല്ലേ? കോളേജ് ആൻഡ് സ്കൂൾസ്. മറ്റയാൾ കിഷോർ, അദ്ദേഹം ദൂരദർശനിൽ ജോലി ചെയ്തിരുന്ന സീനിയർ ഫ്ലോർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇദ്ദേഹം അജി, ഇദ്ദേഹം പൂരപ്രേമി, ആനപ്രേമി. എനിക്ക് കടുമാങ്ങ കൊണ്ടുവന്ന് തരുന്ന ആളാണ്. വിഷുവിന് ഇയാൾ വരുമ്പോൾ കടുമാങ്ങയും വൈൻ വീട്ടിലുണ്ടാക്കിയ, അല്ല എല്ലാ കൊല്ലം കൊണ്ടുവരും. എൻ മൊയ്തീൻ ഷാ പാലസ് എന്ന് പറഞ്ഞൊരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, അല്ലേ? അതോടൊപ്പം തന്നെ ഇദ്ദേഹം CK തോമസിൻ്റെ നാടക സംഘത്തിൽ നടനായി. അദ്ദേഹം ദൂരദർശനിൽ ജോലി കിട്ടി അങ്ങനെ പോവാണ്. തൃശ്ശൂരുള്ള ഒരുപാട് കലാകാരന്മാരെ DDയിലൂടെ പരിചയപ്പെടുത്തിയ ആളാണ്, അല്ലേ? പക്ഷെ നാടകം പിന്നെ എന്താക്കി? നമ്മുടെ നാടകത്തിന്റെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ CL ജോസായിട്ട് ഉള്ള കൂട്ടുകെട്ടാണ്. നമ്മുടെ ചിറമ്മല് ജോസേട്ടൻ എന്ന് പറയാം. ജോസേട്ടൻ നിന്ന് തുടങ്ങി രാജു കുറുക്കഞ്ചേരിയുടെ നാടകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അവിടെ. ഞാനും അത് തന്നെ 82-ല്
ശരിക്കും പറഞ്ഞാൽ കുറുക്കഞ്ചേരിയിൽ ഒരു നാടക സംഘം ഉണ്ടായിരുന്നു സീനിയേഴ്സിൻ്റെ. നമ്മളൊക്കെ അതിൻ്റെ ഒരു തുടക്കക്കാർ അവരിലൂടെ, അതായത് രാജു കുറുക്കഞ്ചേരി, ഡോക്ടർ വിജയരാഘവൻ, നന്ദനം മാഷ്, ചിത്രമോഹൻ ചേട്ടൻ, അതായത് ഒരു തിയേറ്ററിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടാണ് പിച്ച വയ്ക്കുന്നത് അവരിലേക്ക്. പിന്നെ ജയൻ ഒരു വലിയൊരു ആൽമരം പോലെയോ അങ്ങ് വളർന്ന് ഈ പനമുക്കിനെ ശരിക്കും പറഞ്ഞ ലോകത്തിൻ്റെ ഒരു ഭൂപടത്തിൽ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് എൻ്റെ സുഹൃത്തിന് ഉണ്ട്. അല്ല, അതങ്ങനെ സംഭവിച്ചല്ലേ, അത് ചെറുതല്ല. ഞാൻ ഒരുപാട് കലാകാരന്മാരെ ദൂരദർശനിൽ ബന്ധപ്പെട്ടിട്ടും പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ജയൻ ഒരു സ്വന്തം കല സൃഷ്ടിച്ചിട്ടാണ് ഒരു കലാകാരനായിട്ട് വരുന്നത്. അതിലാണ് ജയൻ്റെ പ്രാധാന്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു പേരുവാശിക്കാരൻ്റെ മോനാ, അതുകൊണ്ട് ഒട്ടും മോശമാവില്ല. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്തൊക്കെ ആകണമെന്ന അച്ഛൻ ആഗ്രഹിച്ചെന്നറിയൂ. വേലൂർ കിഴക്കേ വാര്യത്ത് ഉണ്ണീഷ്ണവാര്യർക്ക് ഒരു ഉണ്ണീഷ്ണാനയുടെ പവറായിരുന്നു പനമുക്കിലൊക്കെ. മകനെ എന്തൊക്കെയോ ആക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉന്നതിയിലേക്ക് മകനെ എത്തി എന്നുള്ളത് ആളും മനസ്സിലാക്കി. മോനെ ബിഫാം പഠിപ്പിക്കാൻ വിടണു. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭഗവതി മെഡിക്കൽസ് പേര് വരിയിട്ടു. മോൻ ക്ലാസ്സിൽ ചേർന്നിട്ടില്ല, ഒരാഴ്ചയായിട്ടുള്ളൂ പോയി തുടങ്ങിയിട്ട്. ഭഗവതി മെഡിക്കൽ ഷോപ്പ് ഒരെണ്ണം തുടങ്ങണം. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡോക്ടറെ കൊണ്ടിരുത്തണം. ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനെങ്കിലും കിട്ടട്ടെ വെച്ചിട്ടാണ്. ആൾ ബുദ്ധിമാനാണേ. കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യണേ. സഹകരണ ബാങ്കിൻ്റെ ജനറൽ മാനേജറായിരുന്നു. ഇത്തിരി ബുദ്ധി ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കൊക്കെ ഒരേ ബുദ്ധിയാണ് കേട്ടോ. പേര് മാത്രമല്ല ഒരേപോലെ. അദ്ദേഹത്തിൻ്റെ മകനാ. മോശമാവോ? മോശമാവില്ല. ചേട്ടൻ്റെ മുരളി എൻ്റെ ക്ലാസ്മേറ്റ് മുരളി ഏട്ടാ. എൻ്റെ ക്ലാസ്മേറ്റ് മുരളിയാണ്. ഞാൻ അങ്ങനെ ക്ലാസ്മേറ്റാ. അത് ഞാൻ പറയണ്ട വിചാരിച്ചിട്ടാ. അച്യുതാ, ഇപ്പൊ കവിത എഴുത്തൊക്കെ ഇല്ലേ? കവിതയുണ്ട്. കവിത നമ്മൾ ബ്ലഡ്ലി റിലേറ്റഡ് അല്ലേ. ഞാൻ ശരിക്കും ചെറുപ്പം മുതലേ കവിത എഴുതാറുണ്ട്. അത് നാട്ടുകാർ ദ്രോഹിക്കണ്ടെന്ന് കരുതി അത് എഴുതിയെടുത്ത് തിരിച്ചറിവുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, ഓർമ്മയുണ്ട്? തീർച്ചയായിട്ടും. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നിച്ചല്ലേ സ്കൂളിൽ പോവാ. സ്കൂളിൽ ഇവിടെ ജൂനിയർ ബേസിക് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളൊക്കെ സീനിയർ. അത് ഇടയ്ക്ക് അഡ്മിഷൻ എടുത്ത് വന്നതാണ് ജയരാജ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ സ്കൂളിൻ്റെ ക്ലാസ് റൂമിലൊരു പയ്യൻ നിൽക്കുകയാണ്, പുതിയൊരു പയ്യൻ. സ്കൂളിലെ മറ്റ് കുട്ടികളൊക്കെ വന്നിട്ട് ചുറ്റും കൂടി. അപ്പം അതിനെക്കുറിച്ച് ജയരാജിൻ്റെ 25ാം കാരിക്കേച്ചറിൻ്റെ വാർഷികത്തിലല്ലേ ഒരു കവിതയ്ക്ക് എഴുതിയില്ലേ. അത് ഈ പട്ടപ്പന്നി ഗ്രൗണ്ടിൻ്റെ അന്നത്തെ വിഷുവേല ആഘോഷത്തോടനുബന്ധിച്ചാണ് അത്. അന്ന് അതിൽ ചെറിയ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ കുറച്ച് അമിത സ്വാതന്ത്ര്യം ഞാൻ എടുക്കണ്ടായി. അതിൽ എന്നെ ശാസിക്കുകയൊക്കെ ചെയ്തു. അത് കലാകാരൻ്റെ ആ 4 വരി കവിത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്നൊരു രാവിൽ 4ാം ക്ലാസ്സിൻ നുമ്മറവാതിലൊരു പയ്യൻ കയ്യും കെട്ടി മാനം നോക്കി കുന്തിച്ചങ്ങനെ നിൽക്കുന്നു എന്ന് തുടങ്ങി ആ വരികൾ അങ്ങനെ പോവാണ്. ഈ ജയരാജ് വാര്യർ, ഞാൻ ആലോചിക്കാറുണ്ട്, ഈ വാര്യർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പേരിനൊപ്പമുള്ള ഒരു വാലല്ല. എനിക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റിയിട്ടുള്ളത് ജയരാജ് എന്നുള്ളത് ഒരു യോദ്ധാവ് എന്നുള്ള അർത്ഥത്തിലാണ് വാര്യർ പ്രയോഗിക്കുന്നതെന്നാണ്. എന്താണെന്ന് എനിക്ക് തോന്നുന്നു. വാര്യർ എന്നുള്ള വാക്കിൻ്റെ അതെ 2 യോദ്ധാക്കളുണ്ട് കേട്ടോ. ഒരു മൂത്ത സഹോദരനുണ്ട്, അത് ഇതിനെക്കാട്ടും വലിയ വാര്യറാണ്. ശാസ്ത്രരംഗത്ത് എങ്ങനെ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായിട്ട് ഡോക്ടർ മുരളീധരൻ വാര്യർ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയാനില്ല. ഒരാള് കലാരംഗത്തും മറ്റൊരാള് ശാസ്ത്രരംഗത്തും. അത് എന്റെ അമ്മ പറഞ്ഞില്ലേ, എന്റെ ഒരു മോനെ ഞാൻ ശാസ്ത്രത്തിന് വിറ്റു, ഒരു മോനെ കലയ്ക്കും വിറ്റൂല്ലേ. പുണ്യവതിയായിട്ടുള്ള അമ്മയാണ് കേട്ടോ അമ്മ പറയാ. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ്. പട്ടപ്പിന്നി ഭൗതി ക്ഷേത്രത്തിലെ കഴക കുടുംബം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ജയരാജിനെയും ജയരാജിൻ്റെ കുടുംബത്തെയും ഞങ്ങൾ കണ്ടിരുന്നത്. വിഷുവേലയൊക്കെ എഴുന്നള്ളിച്ച് വരുമ്പോൾ ജയരാജൻ്റെ പടിക്കെത്തുമ്പോൾ ജയൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം
അത് അന്നത്തെ വാദ്യകലാകാരന്മാർക്ക് വലിയൊരു കാര്യമാണ്. അന്നത്തെ കാലഘട്ടത്തിലുണ്ട്, ഒരു 45-50 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. പിന്നീട് ഞാൻ കേരളമ്മ കോളേജിൽ പഠിക്കുമ്പോൾ കളിയരങ്ങ് നാടകവേദിയുമായി ബന്ധപ്പെട്ടാണ് ജയനിലെ ഈ അഭിനയ കലയുമായിട്ട് ഞങ്ങൾ കൂടുതൽ അടുത്ത് പെരുമാറുന്നത്. ഇപ്പോൾ നാടകത്തിലെ ഒരു ഉപദേഷ്ടാവിൻ്റെ രൂപത്തിൽ ജയൻ ഞങ്ങൾക്ക് വന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരും. ആ ഇടവേളകളിലൊക്കെ പ്രേം നസീറിനെയും മധുവിനെയും ഉമ്മറിനെയും ഒക്കെ അഭിനയിച്ച് കാണിച്ച് തരികയൊക്കെ ചെയ്യുമ്പോഴാണ് ജയനിലെ ആ കലാകാരനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജയരാജ് ആദ്യ കാലഘട്ടത്തിൽ കോളേജിലേക്കൊക്കെ പ്രോഗ്രാമിന് ഞാൻ ക്ഷണിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ജയനിൽ നിന്ന് തന്നെ എനിക്ക് അതിൻ്റെ കോളേജിൽ നിന്ന് ആ ഒരു ഉപഹാരം കിട്ടണം, അല്ലെങ്കിൽ കോളേജിൻ്റെ ആദരവ് ജയനിലൂടെ കിട്ടണം എന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനത് അന്നേരം റിട്ടയർമെൻറ്റ് സമയത്ത് ജയനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ തിരക്കുള്ള സമയമായിരുന്നു, എന്നാലും വളരെ സന്തോഷത്തോടെ വന്ന് എനിക്ക് സ്റ്റേജിൽ വെച്ച് പൊന്നാട അണിയിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. ഞാനതൊന്നും ഇന്നും വളരെ വിലപ്പെട്ട ഒരു സമ്മാനമായിട്ട് ഞാനതിനെ കാണുന്നു. എനിക്ക് ഏറ്റവും ചെറുപ്പത്തിൽ ഇപ്പോൾ സജീവനെ പോലെ, അച്ചുവിനെ പോലെ, ഉണ്ണീഷേട്ടനെ പോലെ, കിഷോർ ഭായിയെ പോലെയൊക്കെ വേറെ ചില കുടുംബപരമായ ഓർമ്മകളുണ്ട് എനിക്ക്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഒരു വീടും കുളമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ. അവിടെ നമ്മുടെ ഈ സ്ഥലം നമുക്കുണ്ടായിരുന്നു കുളം. അമ്മയുടെ വീടിന്റെ അല്ല, അന്ന് ആ കുളമില്ല, ടീച്ചറുടെ കുളമായിരുന്നു. അല്ലെന്നേ. അതെയാ? പിന്നെ നമ്മള് കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ ശരി. എൻ്റെ മെമ്മറി പോയി തുടങ്ങി. അപ്പോൾ അവിടെ വെച്ചാണ് അജി, എൻ്റെ കൂട്ടുകാരൻ. പഠിക്കുന്ന സമയത്തൊക്കെ അവിടേക്ക് വരാറുണ്ട്. അതെ അതെ. പിന്നെ ചാമ്പയ്ക്ക പറിക്കല്, മാങ്ങ പറിക്കലൊക്കെ, വാടമാവൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഞാൻ എൻ്റെ തൃശ്ശൂരുള്ള ഏത് പരിപാടി ഉണ്ടെങ്കിലും, നിങ്ങളൊക്കെ ജോലി തിരക്കൊണ്ടോ യാത്ര കൊണ്ടോ എത്തും, ഈ അജി അവിടെ എത്തും. എല്ലാ പരിപാടിയും ഉണ്ടാവും. ആള് ചിലപ്പോ എന്നെ കാണില്ലെങ്കിലും പരിപാടി ഞാൻ കാണും. അതെ അതെ അതെ. പിറ്റേ ദിവസം വിളിക്കും. അതെ. അല്ല, അജിക്ക് കോലം വെക്കാം. അല്ല, അജിയുടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, പ്രത്യേകത എന്താ വെച്ചാൽ, അജിയുടെ വീട് ജോസേട്ടൻ്റെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ ഗുരുനാഥൻ ജോസ് ചെറമലിൻ്റെ ജോസേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വീട്. അതുപോലെ മാതാ വേണുവേട്ടൻ. കാരിക്കേച്ചർ എന്ന എൻ്റെ പരിപാടിക്ക് പേരിട്ടത് മാതാ വേണുവേട്ടനാണ്. നവയുഗം വേണു എന്നാ പറയാ. ഭയങ്കര ബുദ്ധിജീവിയാ. എപ്പോഴും കയ്യിലിങ്ങനെ ഹിന്ദു പേപ്പറും അതുപോലെ മാതൃഭൂമി വീക്കിലേക്ക് ആയിട്ട് ഞാനിത് അവതരിപ്പിക്കണായിട്ട് ഇവിടെ ഇങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിൽ അവതരിപ്പിക്കണായിട്ട്, ഇത് കാരിക്കേച്ചറാണ്, നീ അങ്ങനെ ഒരു പേര് ഇടണം, അല്ലേ? ഓർമ്മയില്ലേ? വേണുവേട്ടനൊക്കെ പോയി. ജോസേട്ടനും വേണുവേട്ടനും ഒക്കെ നമ്മുടെ നഷ്ടങ്ങൾ. വേണുവാശാൻ ഓട്ടം പിടിപ്പിച്ചു, ജോസേട്ടൻ നാടകം പിടിപ്പിച്ചു, മാതാ വേണുവേട്ടൻ നമുക്ക് ഈ പേരിട്ടു. പിന്നെ എന്നെ വിദ്യാഭ്യാസം ചെയ്യിച്ചത് MR ബാലേന്ദ്രേട്ടനാണ്. പിന്നെ അത് പൊന്നൂട്ടനെ പറ്റി പറയുന്നുണ്ട്. പൊന്നൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൊന്നെന്നെയാ ഈ നാട്ടിലത്തെ. ഈ നാട്ടിലെ ഏവർക്കും വേണ്ടപ്പെട്ട ഒരു പൊന്നായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കും. അമ്മയുടെ സ്വന്തം ആളാ, ഫ്രണ്ടാ. അമ്പലവാസിയല്ലാന്നേ ഉള്ളൂ, പക്ഷെ അമ്പലത്തിന്റെ ഉള്ളിൽ വസിക്കുന്നത് പൊന്നൂട്ടനാണ് ഈ നാട്ടില്. ഞാനാലോചിക്കും ഇങ്ങനെ ഒരു പേര് വളരെ അപൂർവ, പൊന്നൂട്ടൻ. രാമേന്ദ്രൻ എന്ന പേര്. രാമേന്ദ്രൻ ഒട്ടും മോശമില്ല. തെച്ചിക്കൊട്ടുകാവ് രാമേന്ദ്രൻ, വട്ടപ്പിന്നിക്കാവ് രാമേന്ദ്രൻ. എവിടെയും കൊണ്ട് നിർത്താൻ പറ്റിയൊരു മുതല. ഒരു ചായ കുടിച്ചാലോ? യഥാർത്ഥത്തിൽ ഒരു 8ാമത്തെ വയസ്സിലാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഞാൻ ജനിച്ചത് അച്ഛൻ്റെ തറവാട്ടിലായിരുന്നു. പിന്നെ അച്ഛന് ജോലിയായിട്ട് കുന്നംകുളം, ചേലക്കര, ചാലക്കുടി അവിടെയൊക്കെ ആയിരുന്നു. 72-ലാണ് ഇവിടെ താമസാക്കുന്നത്. അപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വേണ്ടത് കളിസ്ഥലമാണ്. എൻ്റെ വീട് കണ്ടില്ലേ? എൻ്റെ വീട് ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്റ്റേജ് പോലെയാ, ഒരു സ്റ്റേജാണിത്. എനിക്ക് കളിക്കാൻ വീടിൻ്റെ മുറ്റായിരുന്നില്ല, എനിക്ക് അമ്പലപ്പറമ്പായിരുന്നു. അതുകൊണ്ട് ഈ അമ്പലപ്പറമ്പിൽ നടക്കുന്ന തുണിപ്പന്ത് കളി, ഇവിടുത്തെ കുട്ടികളുടെ കൂടെയുള്ള, അതാണ് എൻ്റെ ബാല്യകാലം. പിന്നെ മാത്രമല്ല, ഇവിടെയാണ് ബസ് നിർത്തുക, നഗരത്തിൽ നിന്ന് വരുന്ന ബസ്. എന്നിട്ട് ഇതിലൂടെ ക്രോസ് ചെയ്താണ് ആൾക്കാർ വരിക. ആൾക്കാർ ഇവിടെ എത്തുമ്പോൾ എൻ്റെ വീടാണ് കാണുന്നത്, ഇവിടെ ഞാനും. അങ്ങനെ ഞാൻ പലതരത്തിലുള്ള ആളുകളെ നിരീക്ഷിച്ചതും അവരുടെ ക്യാരക്ടറൈസേഷൻ പഠിച്ചതൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ്. പിന്നെ ഈ ക്ഷേത്രം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞാൻ ഈ അമ്പലപ്പറമ്പിൽ, വൈകുന്നേരമല്ല ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഞാൻ ഈ അമ്പലപ്പറമ്പിലിരിക്കുക. ഇതിലെങ്ങനെ പോകുന്ന ആളുകളെ നിരീക്ഷിക്കുക. വേറെ പണിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ വിളക്ക് വെക്കാൻ പോവുക, പാട്ട് വയ്ക്കുക. മറ്റേ മൈക്ക് ഓപ്പറേറ്ററാണ്. എത്ര വയസ്സ് വരെ ഇതൊക്കെ ചെയ്തു? ഇതൊക്കെ ഒരു 10-16 വയസ്സ് വരെ ചെയ്തിട്ടുണ്ടാവും.
അതിനിടയ്ക്ക് ഈ പരിസരത്തുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ആയിട്ട് ഇങ്ങനെ കമ്പനിയും കൂടുക. മിക്കവാറും വീടിൻ്റെ പുറത്താണ്, വീട്ടിലില്ല, ഞാൻ പുറത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ വന്നിട്ട്, അച്ഛൻ ജോലി കഴിഞ്ഞ് അച്ഛൻ വണ്ടിയിലാണ് വരിക, ജീപ്പിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ വന്നകത്തിരിക്കും. ഇത് കഴിഞ്ഞാൽ വീണ്ടും അച്ഛൻ മറ്റേ കുളിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് ചാടും. അങ്ങനെ എന്നെ അച്ഛൻ അന്വേഷിക്കുന്ന ഘട്ടം വരുമ്പോൾ അമ്മയുടെ ഒരു വിളിയുണ്ട്, ജയാ എന്നൊരു വിളിയാണ്. അപ്പോഴാണ് ഞാൻ തിരിച്ചു കയറുക. പിന്നെ ഇവിടെ ഈ രാത്രി എൻ്റെ ലഹരി പാട്ടാണ്. ഞാനിങ്ങനെ പാട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമോ, 7:35 തുടങ്ങുന്ന പാട്ട് ആസ്വദിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ സഞ്ചി എടുത്ത് തരിക, അരി മേടിക്കും കടയിൽ പോയി. അപ്പോൾ എനിക്കിഷ്ടമുള്ള പാട്ട് ഇവിടെ തുടങ്ങി, അത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ ഒറ്റ തിരുനാളം കത്തുന്നുണ്ടാവും. അടുത്ത കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ ആ പാട്ട് കേട്ട് കടയിലെത്തുമ്പോഴേക്കും എൻ്റെ പാട്ട് കഴിഞ്ഞു കാണും. വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഇഷ്ടഗാനം തുടങ്ങും. ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും ആ പാട്ട് കഴിയും. അങ്ങനെ തുടർച്ച. അതുപോലെ മേരി മാത എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു വലിയാലിക്കൽ, മേരി മാത ടാക്കീസ്. അവിടുത്തെ പുറത്തേക്കുള്ള മറ്റേ ഹോണിൽ കൂടെ ശബ്ദരേഖ ഇങ്ങനെ വരും കാറ്റിൽ. അപ്പോൾ സിനിമയിലെ പാട്ട് കേൾക്കാം, സിനിമയുടെ കഥ അറിയാം. പ്രേം നഷീർ സംസാരിക്കുന്നതും സത്യൻ സാറ് സംസാരിക്കുന്നതും അങ്ങനെ ഡയലോഗുകൾ ഹൃദിസ്ഥമാവാണ്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ പഠിക്കുക. നമ്മൾ പറയില്ല, ഒരു ആക്ടർ ഉണ്ടായി വരുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സംഗീത തൽപരനായ ഒരു കുട്ടി വളർന്നു വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരിക്കേച്ചറിസ്റ്റ് വളർന്നു വരുന്നതിനുള്ള ഒരു ഏകാംഗക്കാരൻ, ഒരു നടൻ ഒക്കെ വളർന്നു വരുന്നതിന് ഈ പരിസരവും ഇവിടുത്തെ കഥാപാത്രങ്ങളും ഇവിടുത്തെ മനുഷ്യരും ഇവിടുത്തെ ഈ മണ്ണും ഇവിടുത്തെ ഈ ആൽത്തറയും ഈ പരിസരമൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അഭിനയമുണ്ട്, പാട്ടുണ്ട്, കാരിക്കേച്ചറുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ തൃശ്ശൂർ ഭാഷ അത് ജയരാജൻ്റെ വലിയൊരു ടൂളാണ്. പലരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ഈ തൃശ്ശൂർ ഭാഷയെ തന്നെ ഒരു ഉപകരണമാക്കിയും അതൊരു സ്വതന്ത്രമായ കലയാക്കി മാറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ബോധപൂർവം അങ്ങനെ ചെയ്തെടുക്കുന്നതാണോ? അല്ല, അത് ഒരു നമ്മുടെ പെർഫോമൻസ് ധാരാളമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയുള്ളൊരു ആലോചനയുടെ ഫലമായിട്ടാണ് കേരളത്തിലെ ഭാഷാഭേദങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്നതും അത് പ്രവർത്തിച്ചതും വിജയിച്ചതും. തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ താളനിബദ്ധമായ ഒന്നാണ്. താളം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മുടെ ഭാഷയുടെ താളത്തെക്കുറിച്ച് മാത്രമല്ല ആളുകളിലേക്ക് പെട്ടെന്ന് റീച്ച് ആവുകയും ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന തൃശ്ശൂർക്കാരെ അല്ല സന്തോഷിപ്പിക്കുന്നത്, അല്ല, മറ്റ് ജില്ലകളിലുള്ളവർക്കാണ്. ഇപ്പം കോട്ടയത്തും തിരുവല്ല ഭാഗത്തും പത്തനംതിട്ടയിലും കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത് തൃശ്ശൂർ ഭാഷ കൂടുതൽ സംസാരിക്കാനാണ് പറയുന്നത്. അവർക്ക് ആ താളം ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊരു തേങ്ങേൻ്റെത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു ലാഘവത്വം തൃശ്ശൂർ ഭാഷയുടെ വലിയ പ്രത്യേകതയാണ്. ഡാ എവിടെയാ ഇഷ്ട എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻ. അതുപോലെ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ തേങ്ങാ പ്രയോഗം ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഐ എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. കുറേ കാലത്തിന് ശേഷം കൃഷ്ണകുമാറിനെ കാണുമ്പോൾ ഐ കുറേ കാലമായാലോ കണ്ടിട്ട്, ശബ്ദം മാത്രം മതി. അതെ, ഐ അതെന്ത് പരിപാടിയത്, ഐ പോവാ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ മാത്രമല്ല നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന തൃശ്ശൂർ ഭാഷ പലതും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എന്തിഷ്ട എന്ന് പറഞ്ഞിരുന്ന് എന്തുട്ട് ഇഷ്ട എന്ന് പറഞ്ഞിരുന്നൊക്കെ അപ്പോൾ മാറി വന്ന് ഇപ്പോൾ എന്തുട്ടറ ഗഡുവേ ഗഡി എന്നൊരവസ്ഥയിലെത്തി. അപ്പോൾ ഓരോ കാലത്തും പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചുക്കൂല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. നീ എന്നോട് വേണ്ടിയില്ലെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല. ഒരു ചുക്കൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ ചുക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഔഷധവീര്യമുള്ള ഒന്നാണ്. ഇഞ്ചി ഉണങ്ങിയാലാണല്ലോ ചുക്കാകുന്നത്. ചുക്കാണ് ഏറ്റവും വലിയ ഔഷധം. അപ്പോൾ എനിക്കൊരു ചുക്കൂല്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരൻ്റെ ഏറ്റവും വലിയ ഒരു ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു വാക്കാണത്. ചേർപ്പ് ഭാഗത്ത് ഒരുപാട് കാലമായിട്ട് ഇഞ്ചി കൃഷി നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. 2018 വലിയ പ്രളയത്തിൽ വെള്ളം വന്ന് കയറിയിട്ട് കംപ്ലീറ്റ് ഇഞ്ചി നശിച്ചുപോയി. അപ്പോൾ ഒരിക്കൽ ഞാൻ ചേർപ്പ് ഭാഗത്തൂടെ പോകുമ്പോൾ ഇവനിങ്ങനെ ഒരു ഷേപ്പില്ലാണ്ട് നിൽക്കുക. ഞാൻ വെച്ചാൽ എന്ത് പറ്റി? കംപ്ലീറ്റ് പോയി ചേട്ടാ. ഞാൻ വെച്ചാൽ എന്ത് പറ്റി? എൻ്റെ ഇഞ്ചി കൃഷി മുഴുവൻ നശിച്ചു. അതിനിപ്പോൾ എന്താ ചെയ്യുക? എന്തുട്ട് ചെയ്യുക? ഇനിയിപ്പോൾ ഒരു തേങ്ങയില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് അവൻ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ വേറെ എൻ്റെ ചേട്ടാ എൻ്റെ ഇഞ്ചി കൃഷി മുഴുവൻ നശിച്ചാലും എനിക്കൊരു ചുക്കില്ല. ശരിക്കും ചുക്കില്ല. അതെ, എനിക്കൊരു ചുക്കില്ല എന്ന് പറയുന്നത്. ഒരാൾ പെട്ടെന്ന് കാണാണ്ടായി കഴിഞ്ഞാൽ ആ ഗഡി എവിടേക്കാ മിഠായി എന്നാ ചോദിക്കുക. ആ മിഠായി എന്ന് പറഞ്ഞാൽ പൊട്ടുക, വിരിയുക, അപ്രത്യക്ഷമാവുക.
തൃശ്ശൂർ പൂരത്തിനൊക്കെ നമ്മൾ പൂരം ആങ്കർ ചെയ്യാൻ നിൽക്കുമ്പോൾ ശരാശരി തൃശ്ശൂർക്കാരെ എന്നെ നോക്കിയിട്ട് പറയുന്നത് ജയരാജേട്ടൻ അല്ലെങ്കിൽ കൊള്ളോട്ടാ എല്ലാ ചാനലും കാണാൻ ഞങ്ങളിരിക്കും എന്ന് പറയുന്നവർ, വേറെ ചിലർ പറയുന്നത് ദേ ജയരാജേട്ടൻ തുടങ്ങി, ഇനിയിപ്പോൾ ഈ ശരീരം മോന്തേ ഉണ്ടാവുള്ളൂ എല്ലാ ചാനലിലും അങ്ങനെ പറയുന്നത്. അങ്ങനെ എനിക്ക് എന്താ പറയേണ്ടത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ, ഈ പനമുക്ക് ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് ഞാൻ നിരീക്ഷിച്ചത്. പൊക്കോടുക്കുക, ഒരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. അവനെവിടേക്ക് പോയി? അവൻ മാമൻ്റെ അവിടേക്ക് പൊക്കോടുക്കുക, ഒല്ലൂര്, ആ പൊക്കോടുക്കുക, ആ അങ്ങനത്തെ ഭാഷകൾ. അപ്പം അങ്ങനെയുള്ള ഭാഷാപ്രയോഗങ്ങളാണ് എനിക്ക് തൃശ്ശൂർ ഭാഷയിൽ നിന്ന് തന്നെ ഇംബൈബ് ചെയ്ത് വെച്ചത്. ഈ ജയരാജിൻ്റെ സംഭാഷണങ്ങളിലും അവതരണങ്ങളിലൊക്കെ ഒരുപാട് നാടൻ മനുഷ്യർ കടന്നു വരാറുണ്ട്, അവരുടെ അനുഭവങ്ങൾ, പിന്നെ അവരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം കുറുക്കഞ്ചേരി തൈപ്പൂയമാണ് ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു വലിയ മഹോത്സവം. അത് മറ്റേ കാവടിയാട്ടം കൊണ്ടും അതിൻ്റെ മുമ്പിലുള്ള നാദസ്വരം കൊണ്ടും ഒക്കെ രാവിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ കാവടി വന്ന് ഇങ്ങനെ കയറും. വർണ്ണക്കാവടി, പീലിക്കാവടി, ഭസ്മക്കാവടി, അഭിഷേക കാവടി, ഇതൊക്കെ വന്ന് കയറും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് പഞ്ചവാദ്യവും ആനയെഴുന്നള്ളിപ്പും ഒക്കെ. അപ്പോൾ ഈ കാവടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ജോക്കുണ്ട്. ഒരു അമ്മ, ഈ പ്രദേശത്തുള്ളൊരു അമ്മ, 55 വയസ്സായി. ഈ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം എന്താ വെച്ചാൽ, അമ്മയ്ക്ക് 10 മക്കളാണ്, ഒരു കുട്ടി മരിച്ചു, 5 പെൺമക്കൾ വിവാഹം കഴിച്ചു പോയി, 4 ആൺമക്കളുണ്ട്. ഈ 4 പേരും അമ്മയെ നോക്കണില്ല. അപ്പോൾ എന്നോടാണ് സങ്കടം പറയുന്നത്, എൻ്റെ 4 ആൺമക്കളുണ്ട്, എനിക്ക് എന്താ കാര്യം പറഞ്ഞിട്ട് എന്നെ ആരും നോക്കണില്ല, എന്നെ ആർക്കും വേണ്ടാണ്ടായി, എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഓരോ മക്കളോട് ചെന്ന് സംസാരിക്കുന്നതാണ്. ഒരു ഇമാജിനേറ്റീവാണിത്. മൂത്ത മോനായിട്ടുള്ള ആളോട് ഞാൻ എൻ്റെ സുഹൃത്ത്, എന്നൊക്കെ സീനിയർ ആയത് ചോദിച്ചാൽ എന്താ അമ്മയെ നോക്കാത്തത് വെച്ച് പറഞ്ഞു. എന്ത് നീ അമ്മയെ നോക്കാത്തത്? ഇപ്പോൾ എൻ്റെ പെണ്ണും അമ്മയും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും മരീന്, കുടുംബത്തും മനസ്സമാനില്ല, അതുകൊണ്ട് അമ്മേനെ ഞങ്ങളുടെ കൂടെ നോക്കലും നടക്കില്ല. രണ്ടാമത്തവും പറഞ്ഞെന്താ വെച്ചാൽ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പെണ്ണും 4 കിടാങ്ങളുണ്ട്, ഞങ്ങൾക്ക് തന്നെ കിടക്കാൻ സ്ഥലമില്ല, 2 മുറിയുള്ളൂ, അപ്പോൾ അമ്മ എവിടെ കിടത്തുക എന്ന് ഒരാൾ. മൂന്നാമത്തെ ആൾ പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് വലിയേട്ടനോടും താഴെയുള്ളവനോടാ കൂടുതൽ ഇഷ്ടം, എന്നെ എന്തായാലും ഇഷ്ടമില്ല, എനിക്കൊന്നും പറ്റില്ല അമ്മേനെ നോക്കാൻ എന്ന് പറയുന്ന സങ്കടം. 4-അവനാണ് ഈ കാവടി കമ്മിറ്റിയുടെ സെക്രട്ടറി, ബൈക്കിൽ പോകുന്ന ആൾ. അയാളോടാണ് ഞാൻ ചോദിച്ചത്, നീയല്ല അമ്മയെ നോക്കേണ്ടത്, ഇളയ മകൻ, അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ, ജയരായിട്ടൊന്നും ഉണ്ടായിരുന്ന അമ്മേനെ നോക്കുക എന്ന് പറഞ്ഞാൽ കുറുക്കഞ്ചേരി പോയതിന് ലാസ്റ്റ് പാട്ടിന് കാവടി എടുത്ത മാതിരിയാവും. അതറിയോ, ലാസ്റ്റ് പാട്ടിന് കാവടി എടുക്കാന്ന് പറഞ്ഞാൽ തലയപ്പെടുന്ന അർത്ഥം. അതിക്രൂരമായ ജീവിത സത്യം. ലാസ്റ്റ് പാട്ടിന് കാവടി എടുത്ത മാതിരിയാവും, തലയെല്ലാം പെടും പണ്ടാറാം എന്നിട്ട് വൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ലാസ്റ്റ് പാട്ടിന് കാവടി എടുക്കുക എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ നർമ്മത്തിൻ്റെ ഉത്ഭവം. ലാസ്റ്റ് പാട്ടിന് കാവടി മാറിയെടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് പാട്ടായി കഴിഞ്ഞാൽ കാണാൻ നിൽക്കുന്ന സ്ത്രീകൾ പോവും, പെൺപിള്ളേർ പോവും, കൂട്ടുകാർ പോവും, കമ്മിറ്റിക്കാർ പിരിവെടുക്കാൻ വേറെ വഴിക്ക് പോവും, ഇതും എടുത്ത് വീട്ടിലേക്ക് ഡാ ആരുമില്ലടാ മാറിയെടുക്കാൻ. അങ്ങനെ അവസ്ഥ. അതിനെ ഒരു ജീവിതകഥയായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് ഞാനിങ്ങനെ ഡെവലപ്പ് ചെയ്ത സ്റ്റേജിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക. ഇപ്പം അരങ്ങിൽ മിമിക്രിക്കാർ ധാരാളം ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്, അവർ കൂടുതലും നടന്മാരെയൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ സുകുമാർ അഴീക്കോടിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളത് ഞാൻ ജയരാജ് അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അതല്ല, ആ സുകുമാർ അഴീക്കോടിനെ നേരിട്ട് കാണാത്തവർക്ക് പോലും ജയരാജ് അവതരിപ്പിച്ച് കണ്ട അവരുടെ മനസ്സിൽ ഒരു അഴീക്കോട് മാഷിൻ്റെ രൂപം വരും. അതെങ്ങനെയത് അഴീക്കോടിലേക്ക് വന്നത്? അത് അഴീക്കോട് മാഷിലേക്ക് വന്നത്, അഴീക്കോട് മാഷ്ക്ക് എന്നെ വളരെ വാത്സല്യമായിരുന്നു, സ്നേഹമായിരുന്നു. അഴീക്കോട് മാഷെ ഞാൻ ആദ്യമായിട്ട് കാണാൻ VR സുധീഷിൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന് ഞാൻ ഭയത്തോടു കൂടി ഇരുന്നത്. അങ്ങനെ സുധീഷ് പറഞ്ഞു, ഇത് ജയരാജ് വാര്യർ. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ TV കണ്ടിട്ടുണ്ട് കേട്ടോ, അതൊരു പുതിയ കലാരൂപമായി വളർന്നു വരികയാണ്, നർമ്മമുണ്ടല്ലോ, പിന്നെ ഒരു ചിന്തയുമുണ്ട്, അത് വളരെ കാര്യമായ രീതിയിൽ വാര്യർക്ക് ഗുണം ചെയ്യും. അതായത് അഴീക്കോട് സാറിനെ നമ്മൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ഗുണം ചെയ്യും പറഞ്ഞു. പുത്തമ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാമിന് സാറിൻ്റെ കൂടെ പോയി. ഇപ്പോൾ സുരേഷ് വണ്ടി ഓടിക്കുന്നു, സാറ് ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ ബാക്കിലിരിക്കുന്നു. ഇറങ്ങിയ ഉടനെ ഒരു പഴയ സ്ഥലമാണല്ലോ അന്തിക്കാട് അടുത്ത് പുത്തമ്പീടിക. ചോദിച്ചു, സുരേഷിന് ചോദിച്ചു, സുരേഷ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? പുത്തമ്പീടിക. ഓ, ഇവിടെ നിറയെ പഴയ പീടികകളാണല്ലോ. അത്തരത്തിലുള്ള നർമ്മങ്ങൾ. പിന്നെ അഴീക്കോട് മാഷുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ലോകവ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെ പൊട്ടിച്ചിട്ട് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ.
ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാമിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വയം ഇങ്ങനെ അനുകരിച്ച് കാണിച്ചിട്ടുണ്ട്. അതെ, അപ്പം മാഷ് ഇങ്ങനെ ഒരുപാട് തവണ. ഞാനെനിക്ക് കണ്ണൂരേക്ക് പ്രോഗ്രാമിന് പോവാണ്, അഴീക്കോട് സാറിൻ്റെ നാട്ടിലെ പരിപാടി. അപ്പം ഞാനന്ന് വേറെ എവിടുന്നോ വന്നിട്ട് ട്രെയിനിന് സമയമായപ്പോൾ പെട്ടെന്ന് പിന്നെ മാഷയൊന്നും വിളിക്കാൻ പോയില്ല, സുരേഷിനൊന്നും. ഒന്നിച്ചു പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്താ. ഞാൻ ഓടി റെയിൽവേ സ്റ്റേഷനിലെത്തി ചെയർക്കാറിൽ ഓടിക്കേറിയപ്പോൾ സാറിരിക്കുന്നു. സാറിന്ന് ട്രെയിനിലാണോ? ഞാൻ ഇന്ന് വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് സാറിനറിയില്ല ഞാൻ വരുന്നത്. എവിടെ പോകുന്നു? ഞാൻ കണ്ണൂർക്കാണ്. കണ്ണൂർ എവിടെ? ഞാൻ പറഞ്ഞു സാർ അഴീക്കോടാണ് പരിപാടി, നമ്മളൊന്നിച്ചാണ് പരിപാടി. ഓ, അങ്ങനെ ഒരു അപകടമുണ്ടല്ലേ. എന്നിട്ട് ഞാൻ ഈ നോട്ടീസ് കാണിച്ചു കൊടുത്തു. ഉദ്ഘാടനം ഡോക്ടർ സുകുമാർ അഴീക്കോട്, സമ്മേളനാനന്തരം ജയരാജ് വാര്യർ കാരിക്കേച്ചർ ഷോ. വണ്ടി വിട്ടോ? ഇല്ലെങ്കിൽ ഇറങ്ങാനാണോ? ഞാൻ പറഞ്ഞ സാർ വണ്ടി വിട്ടല്ലോ. എന്താ അങ്ങനെയാണെങ്കിൽ 2 പേർ പോകേണ്ട കാര്യമില്ലല്ലോ, ഒരാൾ പോയാൽ മതിയല്ലോ. അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് സാറിൻ്റെ കൂടെ. അതുപോലെ വീരേന്ദ്രകുമാർ സാറും ഇടയ്ക്ക് തൃശ്ശൂർ വരുമ്പോൾ താങ്കളെ വിളിക്കും, ഇത്തരം നർമ്മം അവതരിപ്പിക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. വീരേന്ദ്രകുമാർ സാറ് തൃശ്ശൂർ വരുമ്പോൾ എന്നെ നന്ദൻ വിളിക്കും, സാറ് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ പോയി സാറ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നർമ്മം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. അതായത് എന്ത് ഈ കാലയളവിലുള്ള ഭരണത്തിൽ എന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് പൊട്ടിച്ചിരി AK ആൻ്റണിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ സ്നേഹമുള്ള ഒരാളാണ് ശ്രീ MP വീരേന്ദ്രകുമാർ. അഴീക്കോടിനെ അവതരിപ്പിക്കുന്നു, MT സാറിനെ അവതരിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം മറ്റേ ഇവിടെ വൈദ്യമഠത്തിൽ ചികിത്സയ്ക്ക് വരുമ്പോൾ വീരേന്ദ്രകുമാർ സാറും ME ചന്ദ്രൻ സാറും ഇവർ രണ്ടുപേരും ഭാര്യാസമേതരായിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് വണ്ടി വിടും, ഞാൻ അവിടെ ചെന്നാൽ പിന്നെ പെർഫോമൻസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വീരേന്ദ്രകുമാർ സാറിനും ചന്ദ്രേട്ടനും അവരിത് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഭാര്യമാർ ആസ്വദിക്കുന്നത്, അതിലാണ് ആ ഒരു സന്തോഷം. അങ്ങനെ ഒരുപാട് എത്രയോ. എൻ്റെ വീട്ടിൽ വന്ന വീരേന്ദ്രകുമാർ സാറ് മാങ്ങ കൊണ്ടുള്ള കറി ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ സ്വാദ് എന്നൊക്കെ പറഞ്ഞാൽ മാങ്ങ കൊണ്ടൊരു 3-4 തരം കറികളൊക്കെ വെച്ചു. തേങ്ങ അരച്ചത്, തേങ്ങ അരയ്ക്കാത്തത്, മാങ്ങ ചമ്മന്തി. പിന്നെ മാത്രമല്ല പാട്ട് ഒക്കെ വലിയ ഇഷ്ടമാണ്. ലണ്ടനിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട് വീരേന്ദ്രകുമാർ സാറിൻ്റെ കൂടെ. ലണ്ടനിൽ, മസ്കറ്റിൽ, ദോഹയിൽ. അപ്പോൾ എന്താ വെച്ചാൽ ആ പരിപാടിക്ക് മുമ്പ് സാറിൻ്റെ കൂടെയാണ്, പരിപാടി കഴിഞ്ഞാലും സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങളെ നർമ്മമാക്കും. ആ പരിപാടിയുടെ ഇടയിൽ സ്വാഗത പ്രസംഗം, എന്തൊരു സ്വാഗത പ്രസംഗം തന്നെ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നർമ്മമാക്കും. അപ്പോൾ അതൊന്നും ഞാൻ അവതരിപ്പിച്ച് കാണിച്ചു. പിന്നെ എന്താ പറയുക, അവരുടെ ഒരു ഭാഷാ പ്രയോഗം, ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ ഇതില്ലല്ലോ അവിടെയുള്ള ആൾക്കാർ, അവരുടെ അങ്ങനത്തെ നർമ്മങ്ങൾ പറഞ്ഞു. ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മിമിക്രിയും മോണാക്ട് ഇതൊക്കെ ഉണ്ട്, ഇതും ജയരാജ് അവതരിപ്പിക്കുന്ന ഈ കാരിക്കേച്ചർ ഷോയും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് എന്താ വ്യത്യാസം? മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സൗണ്ട് റിസംബിൾസ് ടു നാച്ചുറൽ സൗണ്ട് എന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഏത് ശബ്ദമാണോ അനുകരിക്കുന്നത് അത് പ്രകൃതിയിലുള്ള ശബ്ദത്തിന് 100% അതിനോട് നീതി പുലർത്തി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അത് തുടങ്ങിയത് എങ്ങനെയാണ്, മറ്റേ കിളികൾ കരയുന്നത്, പട്ടി കുരയ്ക്കുന്നത്, കോഴി കൂവുന്നത്, കുതിര പോകുന്നത്, ഇങ്ങനെയൊക്കെയാണുള്ളത്. പ്രഭാതം പൊട്ടി വിരിയുന്നത്, ആ സമയത്തുള്ള കളകൂജനങ്ങൾ, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെയാണ് സിനിമാ നടന്മാരിലേക്കൊക്കെ വരുന്നത്. ഞാനതല്ലേ ചെയ്യുന്നത്. ഞാൻ എനിക്ക് ആ സമയത്ത് തോന്നുന്ന വിഷയങ്ങൾ, ഇപ്പം രാവിലെ പത്രം വായിക്കും, അതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളിതിനൊരു സ്ട്രക്ചറുണ്ട്, അതിലൂടെ നമ്മളിത് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ മോഹൻലാലിൻ്റെ ശബ്ദത്തിലും അങ്ങനെ. അതായത് അതിൽ ആശയം വളരെ പ്രധാനമാണ്. ആശയം പ്രധാനമാണ്. ആശയമാണല്ലോ ഇപ്പോൾ ആ കാർട്ടൂണിൻ്റെ ബേസ് എന്താ ആശയമല്ലേ. ഇപ്പോൾ കാലത്ത് എൻ്റെ ഒരു കാർട്ടൂൺ കണ്ട് നമ്മൾ ചിരിക്കുന്നത് ആ ആശയത്തിനെയാണ് നമ്മൾ ബഹുമാനം. ഒരു കേവല നർമ്മത്തിനപ്പുറത്ത് ഒരു ചിന്തയുടെ ഒരു ചെറിയ പൊടി അതിനകത്ത്. അതെ. അപ്പോൾ ഒന്ന് റിവേഴ്സ് ചെയ്ത് ആലോചിക്കുമ്പോഴേ പല മേഖലകളിലെ ജയരാജുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടകമാണ് ഇതിനൊക്കെ, അല്ലെങ്കിൽ അഭിനയമാണ് ഇതിന് അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ നാടകരംഗത്തുനിന്ന് ഇപ്പോൾ കുറേ മാറിപ്പോയോ? ആ നാടകം ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓട്ടംതുള്ളൽ പഠിച്ചപ്പോൾ തന്നെ ഒരു ആക്ടർ എങ്ങനെയൊക്കെ ആവണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരൊറ്റ നടൻ കുറേ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കലയാണല്ലോ തുള്ളൽ. അപ്പോൾ അതിലൂടെ അഭിനയത്തിൻ്റെ ഒരു ബേസ് അവിടെ നിന്ന് കിട്ടി. പിന്നെ താളം അതിൽ നിന്ന് കിട്ടി, രാഗം അതിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനൊരു അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ മറ്റേ ആദ്യം രാജു കുറുക്കഞ്ചേരിയുടെ ഒരു നാടകത്തിൽ അഭിനയിച്ച 82-ൽ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ജോസ് ചിറമൽ, അദ്ദേഹമാണ് ശരിക്കും എൻ്റെ ടാലൻറ്റ് കണ്ടെത്തിയത്. നാടക ഗുരു കണ്ടെത്തിയത്. ജോസേട്ടനാണ് എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ തന്നത്.
അപ്പോൾ നാടകത്തിൻ്റെ ഒരു ചിട്ടയിലേക്ക് ഞാൻ മാറുകയായിരുന്നു. ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിൻ്റെ പല തലങ്ങൾ, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഇങ്ങനെ പല തലങ്ങളുണ്ട് കഥാപാത്രങ്ങൾക്ക്. ഇതൊക്കെ നാടകത്തിലേ പറ്റുള്ളൂ കേട്ടോ ആപ്ലിക്കേഷൻ. നാടകത്തിൽ മാത്രമേ ഇത്തരം തോട്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാടകത്തിൽ പരിപൂർണമായും നടൻ്റെ മാധ്യമമാണ് നാടകം. എനിക്കത് തുടർന്ന് ജോസേട്ടനും പറഞ്ഞ ശേഷം ഞാൻ ജോസേട്ടൻ്റെ ശിഷ്യനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള വിനോദിൻ്റെ കുറച്ച് നാടകങ്ങൾ അഭിനയിച്ചു. പിന്നെ ഞാൻ ഈ കാരിക്കേച്ചർ രംഗത്തങ്ങ് തിരക്ക് കൂടിയപ്പോൾ എൻ്റെ വോയിസ് പ്രൊഡക്ഷൻ്റെ പ്രശ്നം വരുമ്പോൾ കാരിക്കേച്ചറിന് ഒരുപാട് വോയിസുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഉച്ചത്തിൽ സംസാരിക്കണം. അപ്പോൾ ഈ പരിപാടി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തുടരുന്ന ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും നാടകത്തിലേക്ക് തിരിച്ചു വരും. ആഗ്രഹം അവിടെ തന്നെയാണ് കിടക്കുന്നത്. സിനിമയെക്കാളും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നതും നാടകമായിരിക്കും. തീർച്ചയായിട്ടും. അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്താ പറയണതെന്ന് വെച്ചാൽ ചെയ്താൽ മതിയല്ലോ. സിനിമയിൽ നടന് ഒരു സ്വാതന്ത്ര്യമില്ല. സിനിമയിൽ ജീവനുള്ളൊരു ഒരു ടൂള് മാത്രമാണ് നടൻ. സിനിമയിൽ അഭിനയിക്കലാണ് ഏറ്റവും സുഖമുള്ള പരിപാടിയും. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ സ്ട്രെയിൻ കൂടും. പിന്നെ എനിക്ക് കാരിക്കേച്ചർ എന്ന് പറഞ്ഞൊരു കല ഞാനിങ്ങനെ എന്താ പറയേണ്ടത് അതിങ്ങനെ അവതരിപ്പിച്ച് തുടങ്ങി. പക്ഷേ അതിലെനിക്ക് കൂടുതൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി എനിക്ക് ധൈര്യം നിന്ന് ജയപ്രകാശ് കുളൂർ സാറാണ്. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. ജയപ്രകാശ് കുളൂർ സാറാണ് പറഞ്ഞത്, നീ ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക, നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ പ്രശസ്തനായ നാടകകൃത്തും സംവിധായകനും നടനുമായിട്ടുള്ള കുളൂർ സാർ. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഗാനാവതരണമാണ്. പാട്ടിൻ്റെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുക. ഭാസ്കരൻ മാസ്റ്ററുടെയും വയലാറിൻ്റെയും ONV സാറിൻ്റെയും തമ്പി സാറിൻ്റെയും കാവാലൻ സാറിൻ്റെ, ബിച്ചു തിരുമല, ജോൺ സേട്ടൻ, രവീന്ദ്രൻ മാഷ്, ദേവരാജൻ മാഷ പാട്ടുകൾ, ബാബുക്കയുടെ പാട്ടുകൾ, ആ പാട്ടുകൾ അവതരിപ്പിക്കുക. അതിനകത്തൊരു ഗുണം എന്താ വെച്ചാൽ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് തുടങ്ങുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് അതിൽ കാരിക്കേച്ചർ ചെയ്യാൻ പറ്റും, പാട്ടിൻ്റെ ഹിസ്റ്ററി പറയാൻ പറ്റും, പുതിയൊരു ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു പഴയ പാട്ടിനെ കുറിച്ച് അതിൻ്റെ എഴുതിയ ആളും സംഗീതവും വർഷമൊക്കെ കാണാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചോദിച്ചാൽ ഞാൻ പറയും. അതെങ്ങനെയാ സാധിക്കുന്നത്? ചോദിച്ചാൽ പറയും. കണപ്പടം അതെങ്ങനെ ഇരുന്ന് പഠിക്കുന്നതാണോ ഓർമ്മയിൽ നിൽക്കുന്നതാണോ? ഓർമ്മയുണ്ട്. ചോദിച്ചാൽ ഞാൻ പറയും. ചോദിച്ചോളൂ ഒരു പാട്ട് ഏതെങ്കിലും. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ജേട്ടനെയും കൂടെ ഓർമ്മിക്കാം. അത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് പറഞ്ഞ സിനിമയിലാണ്. 1973 ഇറങ്ങിയതാണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് ദക്ഷിണാമൃതസ്വാമിയുടെ സംഗീതം, നസീർ സാറും ജയഭാരതിയുമാണ് രംഗത്ത്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ജയേട്ടൻ നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. എൻ്റെ ഒരു ഏറ്റവും എനിക്ക് ചേർന്ന് നിൽക്കുന്ന 2 സീനിയേഴ്സ് ഗുരുസ്ഥാനിയർ, ഗുരുനാഥന്മാർ തന്നെ, നെടുമുടി വേണുചേട്ടനും ജയേട്ടനുമാണ്. ഈ 2 പേരുടെയും പ്രത്യേകത എന്താ അറിയോ? 2 പേർക്കും അസാമാന്യ താളബോധമാണ്. വേണുചേട്ടൻ ലോകത്തിൽ എന്ത് കിട്ടിയാലും വായിക്കും. ചെണ്ടയായാലും മൃദംഗമായാലും തബലയായാലും തപ്പായാലും തുടിയായാലും. ജയേന്ദ്രൻ ചേട്ടൻ ചെണ്ടയും കൊട്ടും മൃദംഗവും. 2 പേരും ഗംഭീര സംഗീതബോധമുള്ളവരാ. 2 പേർക്കും ക്ലാസിക്കൽ കലകൾ അറിയാം. കൂത്തും കൂടിയാട്ടവും ഓട്ടംതുള്ളലും കഥകളിയും ഒക്കെ ഈ ജയേട്ടനും അറിയാം, വേണുവേട്ടനും അറിയാം. 2 പേർക്കും സുപ്രഭാതം, അതാണ് അദ്ദേഹത്തിന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്. വയലാർ രാമവർമ്മയുടെ വരികളാ. MS വിശ്വനാഥൻ സാറിൻ്റെ സംഗീതം. 73 പണിതീരാത്ത വീട്, പാറപ്പുറത്തിൻ്റെ നോവല്, KS സേതുമാധവൻ സാറിൻ്റെ സംവിധാനം. എനിക്കിഷ്ടം അത് ചോദിക്കണത് കേട്ടോ. എന്നെ ഒരാൾ ചിലർ കൊടുക്കാൻ നോക്കും, ചില കൊടുക്കലൊക്കെ പെട്ടുപോകും. വളരെ അപൂർവമായിട്ടുള്ള പാട്ടൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. ജോൺ സേട്ടൻ്റെ ആദ്യത്തെ പാട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും. അത് RK ദാമോദരൻ്റെ വരികളാണ്. ജോൺ സേട്ടൻ്റെ സംഗീതം. ഇണയെ തേടി ആൻ്റണി ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. പാട്ടിൻ്റെ ഓഡിയോ ഒന്നും കിട്ടാനില്ല. വിപിന വാടിക കൊയില് തേടി, വിഭഞ്ചിയോ മണി വിരല് തേടി എന്നാണ്. അങ്ങനെ ആ ഒരു എനിക്കിഷ്ടമാണ് ആ വിഷയം. ഞാൻ എൻ്റെ പ്രോഗ്രാം പോലും മാറ്റി വെച്ച് ഞാൻ ഈ പാട്ട് അവതരണത്തിന് പോകും. കാരണം ഒരു പാട്ട്, ഇപ്പോൾ ഒരു പുതിയ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഈ ഹിസ്റ്ററി ഒക്കെ മനസ്സിലേക്ക് എടുത്തു വെക്കാറുണ്ടോ? അല്ല, പാട്ടിൻ്റെ ലിസ്റ്റ് ഇടുമല്ലോ നമ്മൾ. ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ അതിലൂടെ ഒന്ന് വീണ്ടും ഓർത്ത് നോക്കും. സംശയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഗൂഗിളിൽ നോക്കുള്ളൂ. സംശയം വരാറില്ല. അല്ല, പുതിയ പാട്ടുകളോടും ഈ രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടോ? ഇല്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൗമാരത്തെയും യൗവനത്തെയും ഒക്കെ തൊട്ടുഴിഞ്ഞു പോയ പാട്ടുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. 2000 വരെയുള്ള പാട്ടുകളൊക്കെ. 2000 ഇഷ്ടപ്പെട്ട ഒരു 4 വരിയൊന്നും പാടാൻ തോന്നുന്നു. എനിക്കിഷ്ടമുള്ളോ? മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു, മനസ്വിനി നിൻ മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. ഇത് അനാച്ഛാദനം എന്ന സിനിമയിലെ വയലാർ
ദേവരായ മാസ്റ്റർ ജയേട്ടൻ പാട്ടാണ്. എന്തുകൊണ്ടാണ് ഈ പാട്ടിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഈ പാട്ട് കേട്ടിട്ടാണ് ഞാൻ മനസ്വിനി എന്ന് പറഞ്ഞ കവിത അന്വേഷിച്ച് പോയത്, ചങ്ങമ്പുഴയുടെ. നമ്മുടെ മനസ്സിൽ അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടാൽ എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? മനസ്വിനി. എന്താണ് മനസ്വിനി? മനസ്വിനി കവിതയാണ്. വയലാർ രാമവർമ്മ എന്ന കവിയെ ഏറ്റവും സ്വാധീനിച്ച് ചങ്ങമ്പുഴയാണ്. അപ്പോൾ ചങ്ങമ്പുഴയുടെ ഒരു കവിത എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാണ്. വയലാർ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുമാരനാശാൻ്റെ വീണപൂവിനെ ബേസ് ചെയ്തിട്ട് വയലാർ എഴുതിയിട്ടുണ്ട്. വീണപൂവേ കുമാരനാശാൻ്റെ വീണപൂവേ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന സിനിമയിലെ വയലാർ പാട്ടാണ്, MS വിശ്വനാഥൻ്റെ സംഗീതം. ഇത് കേട്ടിട്ടാണ് വീണപൂ വായിക്കുന്നത്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടതാണ്. അപ്പോഴാണ് നമ്മൾ പുഷ്പമേ അങ്ങോട്ട് പോയത്. അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞാണ്, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ എന്നൊരു പാട്ടിൻ്റെ ഇടയിലുണ്ട്. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ. അപ്പോൾ ചങ്ങമ്പുഴ അതെന്താ സംഭവം? അങ്ങനെയാണ് വായനശാലയിൽ പോകുന്നത്. അങ്ങനെയാണ് ഈ സാഹിത്യത്തിൻ്റെ വിസ്തൃതമായ ഒരു ആകാശം നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 3.5-4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാട്ടിലൂടെ നമ്മൾ വേറൊരു വൻകര കാണാൻ പോവാണ്. ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് ഒരു 4.5 മിനിറ്റ് 5 മിനിറ്റുള്ള നല്ല സുഖമുള്ള സംഗീതത്തിൽ വയലാറും ദേവരായ മാസ്റ്ററും ഉണ്ടാക്കിയ ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും ശബ്ദത്തിൽ സുശീലാമ്മയുടെ ശബ്ദത്തിൽ കേട്ട പാട്ടിൽ നിന്ന് വേറൊന്ന് അന്വേഷിക്കാൻ സാഹിത്യം ഉണ്ടായിരുന്നല്ലോ പാട്ടിൽ. ഈ അമ്പലവും ആൽത്തറയും ആനയും ആൾക്കൂട്ടവും ആണല്ലോ ഒരു തൃശ്ശൂർക്കാരൻ്റെ ലഹരി. തൃശ്ശൂർക്കാരൻ അതെല്ലാം വേണം, എന്നാലും ഒരു തികഞ്ഞ തൃശ്ശൂർക്കാരനാവും. അപ്പോഴാണ് എനിക്ക് ദേശത്തിൻ്റെ ഒരു കവിത ഞാൻ കേട്ടിട്ട് അതിനെ പെർഫോം ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കുറേ കാലം പെർഫോം ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തു. അത് ഇന്ദുലേഖ അവൾ മകന് അത് പാടിക്കൊടുത്തു. അമ്പല ഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേൻ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ, കറ്റത്തിളകും ചെമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ 4 എന്നൊരു വലിയ വിസ്തൃതമായൊരു മനസ്സ് എനിക്കുണ്ടായത് എനിക്ക് തോന്നുന്നത് ഈ വലിയ അമ്പലപ്പറമ്പ് എന്നും രാവിലെ എണീറ്റ് കാണുന്നതുകൊണ്ടായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വിസ്തൃതമായ അമ്പലപ്പറമ്പും വലിയ ആകാശവും അതിലൂടെ നടന്നു പോകുന്ന സാധാരണക്കാരായ മനുഷ്യരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിറഞ്ഞൊരു ലോകം. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കലാപരമായ ഒരു യാത്ര തുടങ്ങുന്നത്. എൻ്റെ തുള്ളലും ഞാൻ കേട്ട പാട്ടുകളും എൻ്റെ നിരീക്ഷണമൊക്കെ ആയിട്ട് എനിക്ക് ഈ പനമുക്കുകാരൻ എന്ന് പറയാൻ വലിയ ഇഷ്ടമാണ്. ഞാനൊരു പനമുക്കുകാരനാണ് എന്ന് പറയാൻ എനിക്ക് എന്നും ആഹ്ലാദമാണ്. കാരണം ഈ ഗ്രാമമാണ് എന്നെ സൃഷ്ടിച്ചത്. ഈ ഊരിൽ ജനിച്ചതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു പേരുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു.